പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 8 ഞായർ. പ്രധാന വാർത്തകൾ. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പിൻവലിച്ച വിവിധ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കാൻ ആഴ്ചകൾ മാത്രമാണ് ബാക്കി. ഈ മാസം 31 വരെയാണ് അനുവദിച്ച സമയം. ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും. എന്നാൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ബാങ്കുകളിലും പിൻവലിച്ച നോട്ടുകൾ മാറ്റിയെടുക്കുന്നത് സൗകര്യം ഒരുക്കിയതായി CBO അറിയിച്ചു. 2020 മുമ്പുള്ള കാലങ്ങളിലായി CBO പുറത്തിറക്കിയ കറൻസികളുടെ ചില ഭാഗങ്ങളുടെ ഉപയോഗമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർ വരും ദിവസങ്ങളിൽ അവ മാറ്റിയെടുക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം കൈവശമുണ്ടായിരുന്ന പിൻവലിച്ച നോട്ടുകൾ പലരും ഇതിനോടകം നിശ്ചിത ബാങ്കുകൾ വഴി മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ നോട്ടുകൾ കൈവശമുള്ളവർ അത് മാറ്റി വാങ്ങേണ്ടതാണ്. ഇപ്പോൾ നിലവിലുള്ളതുമായാണ് ഇവ മാറ്റേണ്ടത്. അതായത് അസാധു നോട്ടിന് പകരം പുതിയ നോട്ടുകൾ ഇറക്കില്ല. അതേസമയം ഈ മാസം 31 വരെ ഇവ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടാകില്ല. വിനിമയം നടത്താൻ സാധിക്കും. മാറ്റിവാങ്ങാനുള്ള സമയം കഴിഞ്ഞാൽ മാത്രമാകും ഈ നോട്ടുകൾ വിനിമയം ചെയ്യുന്നത് നിയമവിരുദ്ധമാകുമെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു. പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യാജ വെബ്സൈറ്റുകളെക്കുറിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. നിരവധി വ്യാജ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും അപേക്ഷകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും സേവനങ്ങൾക്കും അപ്പോയിന്റ്മെന്റിനും അധിക ചാർജുകൾ ഈടാക്കുന്നതായും മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വ്യാജ വെബ്സൈറ്റുകളിൽ www.indiapassport.org, www.onlinepassportindia.com, www.passportindiaportal.in, www.passportindia.in, www.passportseva.in, www.applypassport.org തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഇവ star.org, star.in, star.com എന്നീ ഡൊമൈനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കും അപേക്ഷിക്കുന്ന എല്ലാ പൗരന്മാരോടും മുകളിൽ സൂചിപ്പിച്ച വ്യാജ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പണമടയ്ക്കുകയോ ചെയ്യരുതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. പാസ്പോർട്ട് സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.passportindia.gov.in ആണ്. അപേക്ഷകർക്ക് ഔദ്യോഗിക മൊബൈൽ ആപ്പായ എം-പാസ്പോർട്ട് സേവ ആൻഡ്രോയിഡ്, iOS ആപ്ലിക്കേഷൻ സ്റ്റോറുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാം. അന്തരീക്ഷം തണുത്തു തുടങ്ങിയതോടെ ഒമാനിൽ ശൈത്യകാല വിപണികൾ സജീവമായി. പുതപ്പുകളും കമ്പിളി വസ്ത്രങ്ങൾക്കുമായി വിപണിയിലെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. തണുപ്പുകാലത്ത് ഉപയോഗത്തിന് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ മിക്കവാറും വ്യാപാര കേന്ദ്രങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളിലും സൂക്കുകളിലുമെല്ലാം വസ്ത്രവിപണികളിൽ ശൈത്യകാല വസ്ത്രങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. ഇന്ത്യയടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങൾക്കും പുതപ്പുകൾക്കുമാണ് വിപണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. വിദേശ രാജ്യങ്ങളിലെയും മികച്ച തണുപ്പുകാല വസ്ത്രങ്ങളാണ് വിപണിയിൽ സ്റ്റോക്ക് എത്തിയിരിക്കുന്നത്. ഈ മേഖലയിലും ചൈന നിർമ്മിത വസ്ത്രങ്ങൾ തന്നെയാണ് മിക്ക കടകളിലും വേരുറപ്പിച്ചിട്ടുള്ളത്. കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതും ആകർഷകവുമായ വിവിധ തരത്തിലുള്ള സ്വെറ്ററുകൾ, മഫ്ലോർ, കയ്യുറ തുടങ്ങിയവയും വിപണിയിൽ സജീവമായി എത്തിക്കഴിഞ്ഞു. ബ്ലാങ്കറ്റുകൾ, രോമകുപ്പായങ്ങൾ, തണുപ്പുകാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പ്, ഷൂസ് തുടങ്ങിയവയ്ക്കായി പ്രത്യേക സെഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. തൊഴിലാളികളും ഇത്തരക്കാരുമായിട്ടുള്ളവർ വിലക്കുറവും ഒരു സീസണിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നതും വാങ്ങുമ്പോൾ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർ ഷോറൂമുകൾ തന്നെ ആശ്രയിക്കുന്നു. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയും വിപണികൾ ഒരുങ്ങിക്കഴിഞ്ഞു. മസ്കത്ത് നൈസ് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഡിസംബർ 23 മുതൽ ജനുവരി 21 ഇടയിൽ ഖുറം നാച്ചുറൽ പാർക്ക്, ആമിറാത്ത് പബ്ലിക് പാർക്ക്, നസീം പബ്ലിക് പാർക്ക്, അൽഹയിൽ ബീച്ച്, വാദി അൽ ഖൗദ്, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ എന്നിവയുൾപ്പെടെ തലസ്ഥാനത്തുടനീളം ഒന്നിലധികം വേദികളിലാണ് ഇപ്രാവശ്യം ഫെസ്റ്റിവൽ നടക്കുക.
700-ലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശനം ഇത്തവണയുണ്ടാകും. ഗുറം നാച്ചുറൽ പാർക്കിൽ ഫ്ലവർ ഷോയും ഫുഡ് ഫെസ്റ്റിവലും നടക്കും. ഡ്രോൺ ലൈറ്റ് ഷോകൾ, ലേസർ ഡിസ്പ്ലേകൾ, കുതിരസവാരി തുടങ്ങിയ ഇവന്റുകൾ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കും. ഫുഡ് ഫെസ്റ്റിവൽ, വിവിധ രാജ്യങ്ങളിലെ എംബസികൾ പ്രതിനിധീകരിക്കുന്ന പവലിയൻ തുടങ്ങിയ ചില ജനപ്രിയ പരിപാടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെ ഈ വർഷത്തെ ഫെസ്റ്റിവലിന് ചില പുതിയ സവിശേഷതകൾ ഉണ്ടാകും. മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിന് കോമിക് ബുക്കുകൾ, ഗെയിമുകൾ, സിനിമകൾ തുടങ്ങിയ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. സിനിമ, സാഹിത്യം, ചലച്ചിത്ര നിർമ്മാണം എന്നീ മേഖലകളിൽ നിന്നുള്ള ഒരു കൂട്ടം സെലിബ്രിറ്റികളും ഫെസ്റ്റിവലിന്റെ ഭാഗമാകും. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ, ബോർഡ് ഗെയിമുകൾ, മത്സര റൗണ്ടുകൾ എന്നിവ ഉണ്ടാകും. ഡിജിറ്റൽ ആർട്ട് എക്സിബിഷനുകൾ, ലൈവ് ഡ്രോയിങ്ങുകൾ, കോമിക് ബുക്ക് സാഹിത്യത്തെയും വിവിധ ജനപ്രിയ സംസ്കാരങ്ങളെയും കുറിച്ചുള്ള വിദ്യാഭ്യാസ പ്രഭാഷണങ്ങൾ എന്നിവയും ഇവന്റിൽ പ്രദർശിപ്പിക്കും. കുട്ടികൾക്ക് ആവേശം പകരാൻ വാർണർ ബ്രദേഴ്സ് കഥാപാത്രങ്ങൾ ഇപ്രാവശ്യം മേളയുടെ ഭാഗമാകും. തത്സമയ പ്രകടനങ്ങളോടെ മുഴുവൻ കുടുംബങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാകും ഇവയുടെ അവതരണം. ഭക്ഷണപ്രേമികൾക്കായുള്ള ഭക്ഷ്യമേള ഗുറം നാച്ചുറൽ പാർക്കിൽ ആയിരിക്കുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിന് ടൂറിസ്റ്റ് പ്രൊജക്ടുകൾ, കാറ്ററിംഗ്, ഇവന്റ് സേവനദാതാക്കളിൽ നിന്ന് മുനിസിപ്പാലിറ്റികൾ ബിഡുകൾ ക്ഷണിച്ചു. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സിപ്ലൈനിംഗ്, മൗണ്ടൻ ബൈക്കിംഗ്, ഓഫ് റോഡ് വെഹിക്കിൾ ചലഞ്ചുകൾ, ഹൈക്കിംഗ് ട്രെയിലുകൾ എന്നിവയ്ക്ക് വാദി അൽ ഖൗദ് വേദിയാകും. ബീച്ച് ഫുട്ബോൾ, വോളിബോൾ, ഫയർ പെർഫോമൻസ് എന്നിവ അൽ ഹദീദ് ബീച്ചിൽ നടക്കും. രണ്ടാമത് എഡിഷൻ സമാഇൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായി പവർ സമാഇൽ പദ്ധതിക്ക് തുടക്കം. സമാഇൽ വിലായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള കൂട്ടനടത്തം പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. സമാഇൽ കോട്ടയിൽ നിന്ന് ആരംഭിച്ച നടത്തം വിലായത്തിലെ പ്രധാന വിനോദ പൈതൃക കേന്ദ്രങ്ങൾ, ചരിത്ര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. മുതിർന്നവർ ഉൾപ്പെടെ വിവിധ പ്രായക്കാർ കൂട്ടനടത്തത്തിൽ ആവേശമായി അണിനിരക്കുന്നുണ്ട്. സർക്കാർ, സ്വകാര്യ, കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തത്തോടെ നടക്കുന്ന സമാഇൽ ഫെസ്റ്റിവൽ ഡിസംബർ 13 വരെ നീണ്ടുനിൽക്കും. സാംസ്കാരികം, വിനോദം, വിനോദസഞ്ചാരം, കായികം, ഇന്നോവേഷൻ എന്നീ മേഖലകളിലായി 14-ൽ അധികം വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുന്നത്. സാംസ്കാരിക, സാമൂഹിക, കായിക പരിപാടികളിലൂടെ ആകർഷണം വർദ്ധിപ്പിക്കുകയും പ്രദേശത്തിനകത്തും പുറത്തും നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം സമാഇലിന്റെ സാമ്പത്തിക നിക്ഷേപ സാധ്യതകൾ പ്രദർശിപ്പിക്കുക എന്നതാണ് ഫെസ്റ്റിവലിലൂടെ ലക്ഷ്യമിടുന്നത്. ഡിസംബർ 9 മുതൽ 11 വരെ സമാഇൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ നടക്കുന്ന സാമ്പത്തിക ഫോറത്തിനോടൊപ്പം നവീകരണത്തിനും സംരംഭകത്വത്തിനുമുള്ള സമർപ്പിത ഫോറങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള മേഖലയുടെ സാധ്യതകളും ഉയർത്തിക്കാട്ടും. സമാഇൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വിപണനം ചെയ്യുന്നതിനും അതിന്റെ സൈറ്റുകൾ സന്ദർശകർക്ക് പ്രദർശിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമമായ നിക്ഷേപ പദ്ധതികളായി മാറ്റുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നു. പൊതു-സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം ഇടത്തരം സംരംഭങ്ങളും സമാഇൽ ഫെസ്റ്റിവലിലുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.